ഈ പെയിന്റിംഗ് ഞാൻ അടിച്ചു മാറ്റും, കോടാനുകൂടി കാശുണ്ടാക്കും. എടാ ചെക്ക, പാർക്കിൽ ചെന്ന് എന്തെങ്കിലും കളി കളിച്ചോടാ. ഈ ലേസർ ബീം ക്രോസ് ചെയ്യുന്നത് കുട്ടിക്കളിയൊന്നും അല്ലടാ. സൂപ്പർ സ്പീഡോ, അയാൾ അവിടെ പോകുന്നതിന് മുമ്പ് നമുക്ക് ആ റൂം ക്രോസ് ചെയ്ത് പെയിന്റിംഗ് എടുത്തോണ്ട് വരാം. ഡോണ്ട് വറി കിക്കോ, ഈ ലേസർ ബീമിന്റെ വെബ്സ് ക്രോസ് ചെയ്യുന്നത് എനിക്ക് വളരെ എളുപ്പമാണ്. അതായത് എന്റെ ലെഫ്റ്റ് ടയർ കൊണ്ട് ചെയ്യാൻ പറ്റും. ലെറ്റ്സ് ഗോ. ഓ നോ. ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, കിക്കോ, ട്വിങ്കിൾ, ഡോഡോ, മേയർ സാർ, പിന്നെ ടിംപോ അണ്ണ, വെൽക്കം. അയ്യോ, എന്റെ പേര് ടിംബു അല്ല, ടെമ്പോ അണ്ണാന്നാ. ഡോക്ടർ ആവിഷ്കാർ സെൻ, ഞങ്ങളെ എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അയ്യോ, എന്താ പറയുന്നേ? ഞാൻ നിങ്ങളെ എല്ലാം വരാൻ പറഞ്ഞെന്നോ? ആവിഷ്കാർ ചെയ്യുന്നതിന്റെ ഈ സ്ഥിതി ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ മറന്നുപോയി. നന്നായി ഒന്ന് ആലോചിച്ച് നോക്കൂ ആവിഷ്കാർ സെൻ. നിങ്ങളല്ലേ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞത് ലേറ്റസ്റ്റ് ആയിട്ട് എന്തോ കണ്ടെത്തിന്ന് പറഞ്ഞല്ലോ? നിങ്ങൾ പെട്ടെന്ന് ഓർമ്മിച്ചെന്തെങ്കിലും ഒന്ന് പറയ്, അല്ലെങ്കിൽ ഞങ്ങള് വേൾഡ് പെയിന്റിംഗ് ഓപ്ഷനിൽ ചെന്നെത്താൻ ലേറ്റ് ആയി പോകും. അവിടെ എന്റെ പെയിന്റിങ്ങിന് പോലും ഓപ്ഷൻ നടത്താനിരിക്കുകയാണ്. ചേടാ, ആ ഓർമ്മ വന്നു. ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇത് കാണിക്കാനാണ് വിളിച്ചത്. അതെ. അയ്യോ, ഈ റോപ്പ് കാണിക്കാനാണോ ഞങ്ങളോട് അർജന്റ് ആയിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അല്ല ടെമ്പോ അണ്ണ, ഡോക്ടർ ആവിഷ്കാർ സെൻ റൂഫിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ലേസർ ഗണ്ണാണ് കാണിച്ചത്. കാലക്കി കിക്കോ, നീ ശരിക്കും സ്മാർട്ടാണ്. മേയർ സർ, എന്റെ കൈവശം ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഒരു പെയിന്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതായത് ലീസ മോണ. അതിന്റെ വില 10 കോടി രൂപയാണ്. ആ ലീസ മോണയുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഞാൻ ഈ ലേസർ ഗൺ റെഡിയാക്കിയിരിക്കുകയാണ്. പക്ഷേ ഡോക്ടർ ആവിഷ്കാർ സിംഗ്, ഇതൊക്കെ ആരെ ആക്ടിവേറ്റ് ചെയ്യുന്നത്? ചേടാ, അതൊന്നും ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ലെന്നേ. ഈ ഗൺസ് ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആയിക്കോളും. ശരിക്കും പറഞ്ഞാൽ ഫുൾ ഓട്ടോമാറ്റിക്. എല്ലാരും ഒന്ന് പുറത്തു നിൽക്ക്, ഞാൻ ഡെമോ കാണിക്കാം. ഞാനിപ്പോ ലീസ മോണ പെയിന്റിങ്ങിനെ ലേസറിന്റെ പ്രൊട്ടക്ഷൻ ലെയറിന്റെ പുറകിലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതെല്ലാം ഡെമോ. ഡോക്ടർ ആവിഷ്കാർ അങ്കിൾ, ഈ ലേസറിൽ അങ്ങനെ എന്ത് പ്രത്യേകതയാ ഉള്ളത്? ഞാനിപ്പോ കാണിച്ചു തരാം. ഈ ലേസറിന്റെ സെക്യൂരിറ്റി എന്തുമാത്രം സ്ട്രോങ് ആണെന്ന് വെച്ചാൽ, അതിനെ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ വേറെ ഒരു സെക്യൂരിറ്റിന്റെയും ആവശ്യം ഉണ്ടാവുകയില്ല. 3 ലേയേഴ്സും ഒന്നിനേക്കാൾ അടുത്തത് സ്ട്രോങ് ആണ്. ദേ ഇത് കണ്ടോ, ഫസ്റ്റ് ലെയർ. ഈ ലേസർ ബീം ഒരു നെറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. പക്ഷെ ഇത് അനങ്ങത്തില്ല. ഒരു പക്ഷേ ആരെങ്കിലും ഇത് ക്രോസ് ചെയ്യാൻ ശ്രമിച്ചാല്, ഈ ലേസർ ബീം ടച്ച് ചെയ്യുകയാണെങ്കിൽ അപ്പൊ അവരുടെ അവസ്ഥ ഇതായിരിക്കും. ഈ ലേസർ വളരെ ഡേഞ്ചറസ് ആണ് തോന്നല്ലോ. ഇപ്പൊ രണ്ടാമത്തെ ലേസർ കണ്ട് സ്പെഷ്യാലിറ്റി കണ്ട് രസിക്ക്. ഇതിന്റെ ലേസർ ലൈറ്റ് എപ്പോഴും ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കും. വാവ്, ഈ ലേസർ ബീം പഴയ ലേസർ ബീമിനേക്കാളും സ്ട്രോങ് ആണ്. പക്ഷേ ഈ മൂന്നാമത്തെ ഗണ്ണിന്ന് ലേസർ ബീം എന്താ പുറത്തേക്ക് വരാത്തെ? അയ്യോ, എനിക്ക് തോന്നുന്നത് ഡോക്ടർ ആവിഷ്കാർ അത് ഓൺ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടാവും. ഷെടാ, അതെങ്ങനെ ഞാൻ മറക്കുന്നത്? എനിക്കങ്ങനെ മറക്കുന്ന രോഗമൊന്നുമില്ല. ഈ മൂന്നാമത്തെ ലേസർ ഗണ്ണുണ്ടല്ലോ, അത് മോഷൻ സെൻസർ ഉള്ള ലേസർ ഗണ്ണാണ്. എന്തെങ്കിലും ഒരു മൂവ്മെന്റ് കിട്ടിയാൽ പിന്നെ അത് ഉടനെ ആക്ടിവേറ്റ് ആയിക്കോളും. കണ്ടോ കിക്കോ, ഇപ്പൊ നീ എന്ത് പറയുന്നു? ഡോക്ടർ ആവിഷ്കാറിന്റെ ഈ കണ്ടുപിടുത്തത്തിനെ കുറിച്ച് നീ എന്ത് പറയുന്നു? സൂപ്പർ ഡോക്ടർ ആവിഷ്കാർ അങ്കിൾ. പക്ഷേ ഇതിന്ന് രക്ഷപ്പെട്ടു പോകാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമല്ലോ അല്ലേ? അതെ, ഉണ്ട്. ഈ 3 ലേസർ ഗണ്ണിന്റെയും ലേസർ ബീമിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ പോണമെങ്കില് എങ്ങനെ അത് ക്രോസ് ചെയ്ത് പോകണമെന്ന് ഞാൻ ഓൾറെഡി ഒരു QR കോഡിൽ അതിന്റെ രഹസ്യം വച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ QR കോഡ് വളരെ സേഫായ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം അല്ലേ? ചേട്ടാ, എന്റെ അമ്മോ, ഞാൻ ആ QR കോഡിനെ ഒരു സ്ഥലത്ത് പതുക്കി വെച്ചിരിക്കുകയാണ്. അവിടെ ഞാൻ വിചാരിച്ചാൽ പോലും ചെല്ലാൻ പറ്റില്ല. ചേട്ടാ, എന്റെ അമ്മോ, അല്ലാതെ പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ആ QR കോഡ് വളരെ സേഫ് ആയിട്ട് മറച്ചു വെച്ചിരിക്കുകയാണ്. അത് കലക്കി. എന്ന് വെച്ചാൽ നാളെ പെയിന്റിങ്ങിന്റെ ഓപ്ഷൻ സൺസിറ്റിയിൽ നടക്കുമല്ലോ അല്ലേ? ആ പെയിന്റിങ്ങിന്റെ ഓപ്ഷനിൽ ആ പെയിന്റിംഗ് വളരെ സേഫ് ആയിരിക്കുമെന്നല്ലേ പറഞ്ഞു വരുന്നത്? ഒരു കാര്യം അറിയോ, നാളെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് പേര് ആ ലീസ മോണയുടെ പെയിന്റിംഗ് വാങ്ങാനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ മേയറെ,
നാളെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലോണം ഓർമ്മയുണ്ട്. ഇന്ന് നടക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ല അല്ലേ? ഇപ്പൊ ഞാൻ ഈ പ്രശ്നം എവിടെ ചെന്നാ പറയേണ്ടത്? കിട്ടിപ്പോയി. ഇന്ന് എന്റെ പെയിന്റിംഗിന്റെ ഓപ്ഷൻ നടക്കാൻ പോവുകയാണ്. ഡോക്ടർ ആവിഷ്കാർ സിംഗ്, ഞാൻ തയ്യാറാക്കിയ ആ പെയിന്റിംഗ് എനിക്ക് തന്നേക്കൂ. നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അത്. പെയിന്റിങ്ങോ? ഏത് പെയിന്റിംഗ് അത്? നിങ്ങൾ എനിക്ക് എപ്പോഴാ തന്നത്? മമ്മി, നല്ലോണം ഓർമ്മിച്ചിട്ട് പറയൂ. എന്റെ ആ ബുള്ളറ്റ് കാർഡ് പെയിന്റിംഗ്. ഞാനത് ഇന്നലെ നിങ്ങൾക്ക് കാണാനായിട്ട് കൊണ്ടുവന്നില്ലേ? മറന്നുപോയോ? ഓർമ്മിച്ചു നോക്ക്. അതെ അതെ, ഓർക്കുന്നുണ്ട്. അതിപ്പോ എന്റെ റൂമിൽ തന്നെയുണ്ട്. നിക്ക്, ഞാനിപ്പോ പോയി കൊണ്ടുവരാം. കാര്യങ്ങൾ ഇതുപോലെ പെട്ടെന്ന് മറന്നു പോകുന്നതിനെ കുറിച്ച് ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ മെമ്മറി ലോസ്. കണ്ടോ, ഇന്നെന്റെ അടിപൊളി പെയിന്റിങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് ഓപ്ഷനിൽ പല ലക്ഷങ്ങൾ കിട്ടുന്നതായിരിക്കും. അയ്യോ, അത് തീർച്ചയായും കിട്ടും. പിന്നെ അത് ലക്ഷങ്ങളല്ല, അത് തക്കാളിയായി കിട്ടും. നിങ്ങൾ എന്താ ഈ വരച്ചു കുത്തി വെച്ചിരിക്കുന്നത്? ഈ പെയിന്റിംഗ് ഞാൻ മൃഗങ്ങൾക്ക് മനുഷ്യരിൽ കൂടി ഒരു റിട്ടേൺ ഗിഫ്റ്റ് കൊടുത്തിരിക്കുകയാണ്. ഇത്രയും കാലം മനുഷ്യരെ വലിച്ചു കൊണ്ടുപോയത് ഈ കാളകളല്ലേ? പക്ഷെ ഇനി കാളകളെ ഇരുത്തി മനുഷ്യർ വണ്ടി വലിച്ചു കൊണ്ടുപോകും. എങ്ങനെയുണ്ട്? കോൺസെപ്റ്റ് വളരെ വ്യത്യസ്തമല്ലേ? ശരിക്കും അത് അടിപൊളിയാണ് മേയർ അങ്കിൾ. മൃഗങ്ങൾ എപ്പോഴും മനുഷ്യരെ സ്നേഹിക്കേയുള്ളൂ. പക്ഷെ നമ്മൾ മനുഷ്യർ മൃഗങ്ങളോട് മോശമായിട്ടാണ് പെരുമാറുന്നത്. നോക്കിക്കോ, ഈ പെയിന്റിംഗ് ഇന്നത്തെ ഓപ്ഷനിൽ വലിയൊരു വിലയ്ക്ക് പോകും. അപ്പോ കൂട്ടുകാരെ, ഞാൻ എന്റെ കൈ കൊണ്ട് വരച്ച ഈ പുത്തൻ പുതിയ പെയിന്റിംഗിന്റെ ഓപ്ഷൻ തുടങ്ങുകയായി. ആരാണോ കൂടുതൽ വില പറയുന്നത് അവർക്ക് ഈ പെയിന്റിംഗ് സ്വന്തമാക്കാവുന്നതാണ്. ഞാൻ ആദ്യം വില പറയാം. 3.5. 3.5 ലക്ഷം രൂപയോ? അല്ല, പിന്നെ 3500 രൂപയോ? അതുമല്ല, 350 രൂപ. മൊത്തത്തിൽ 350 രൂപ എന്റെ ഈ പിഗി ബാഗിനകത്ത് ഉണ്ട്. ഇങ്ങോട്ട് നോക്ക് ടോണി, കളിപ്പാട്ടങ്ങൾ വാങ്ങാനുള്ള കടകൾ തൊട്ടടുത്ത് തന്നെയുണ്ട്. അങ്ങോട്ട് ചെന്നാൽ മതി. ഈ അതിമനോഹരമായ പെയിന്റിംഗ് 350 രൂപയ്ക്കൊന്നും തരാൻ മനസ്സില്ല. മരമണ്ടനെ മത്തങ്ങത്തലയെന്ന് വിളിക്കും. ടോണി ബോസ് എല്ലാരെയും ഇൻസൾട്ട് ചെയ്യുകയാണ്. ടോണിയോട് കളിച്ച എന്ത് പറ്റുമെന്ന് അറിയാലോ. ഈ പെയിന്റിംഗ് അടിപൊളിയായിട്ടുണ്ട്. ഈ പെയിന്റിംഗ് വാങ്ങാൻ ഞാൻ നല്ലൊരു കാശ് കൊടുക്കാൻ തയ്യാറാണ്. കലക്കി സാർ, എന്തൊരു പഞ്ച പറഞ്ഞത്. നോട്ട് പാഡിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കാം സാർ. ജൂനിയർ ജഡ്പട്ട്, ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒന്ന് മനസ്സിലാവുന്നത് പോലെ പറയൂ. നമ്മുടെ സാറേ 5000 രൂപ വില പറഞ്ഞിരിക്കുക. ശരി, ഓക്കെ, ഒരല്പം വില കൂടിയിട്ടുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ? 6000 രൂപ. 8000 രൂപ. 10. എന്ത് 10,000മോ? കൊള്ളാം, അത് കലക്കി. നോ, ഐ മീൻ 10 lakhs. അതും ക്യാഷ് ആയിട്ട് തന്നേക്കാം. ഇന്ന് വാങ്ങിച്ചോളൂ എന്റെ പെയിന്റിംഗ്. ഈ നിമിഷം മുതൽ ഇത് നിങ്ങൾക്കുള്ളതാണ്. പിന്നെ നിങ്ങളുടെ പേരൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനാണ് ആൽസി ചീനോ ആൻഡ് ഐ ജസ്റ്റ് ലവ് ആർട്ട് ആൻഡ് ക്രിയേറ്റിവിറ്റി. അത്ഭുതകരമായ പെയിന്റിംഗ്സ് എവിടെ ഉണ്ടെങ്കിലും ഞാനത് വാങ്ങും, പിന്നെ വിറ്റ് കാശാക്കും. ബൈ ദ വേ, ഞാനും ഒരു പെയിന്റർ തന്നെയാണ്. നിങ്ങളെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സാർ. വെരി നൈസ് ടു മീറ്റ് യു. ബൈ. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. ആൽസോ ചീനോ അങ്കിൾ, ആ പെയിന്റിംഗ് അത്ര വില കൊടുത്തെന്തിനാ വാങ്ങിച്ചോണ്ട് പോയത്? ക്രിയേറ്റിവിറ്റിക്ക് ആർക്കും വില പറയാൻ പറ്റില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഒരു പ്രാവശ്യം ഞാൻ ഈജിപ്തിലുള്ള രാജാവിന് വേണ്ടി ഒരു ചിത്രം വരച്ചു. അത് അയാൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. വളരെ ഇഷ്ടമായി. അദ്ദേഹം വളരെ സന്തോഷത്തോടെ ഒരു പിരമിഡ് എനിക്ക് സ്വന്തമായിട്ട് തന്നേ. ആണോ? എന്നാ നിങ്ങൾ ആ പിരമിഡ് കയ്യോലെന്താ ഇങ്ങോട്ട് കൊണ്ടുവരാതിരുന്നത്? അതെങ്ങനെയാ കൊണ്ടുവരുന്നത്? അതിന് ഭയങ്കര ഭാരമല്ലേ കുട്ടി. അതുകൊണ്ട് ഞാൻ അതിനെ അവിടെ തന്നെ വെച്ചിട്ട് വന്നു. കാര്യമായിട്ട് പറയാണോ മേയർ അങ്കിൾ? അല്ല പിന്നെ, ഇനി അഥവാ ഞാൻ കള്ളം പറയുകയാണെങ്കിൽ എന്റെ തലയിൽ പഴം വന്ന് വീഴട്ടെ. അയ്യോ, നമ്മുടെ മേയറുണ്ടല്ലോ, കൊച്ചു പ്രായത്തില് ഒരുപാട് ബനാന കഴിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അയാളുടെ ടാങ്ക് ഭയങ്കരമായിട്ട് സ്ലിപ്പ് ആവുന്നത് കണ്ടോ. പിച്ചും പേയും പറഞ്ഞോണ്ടിരിക്കുന്നേ. ചേട്ടാ, എന്റെ അമ്മോ, മേയർ നിങ്ങളുടെ ആ പണ്ടാര പെയിന്റിംഗ് കൊണ്ട്
അല്ല, ഞാൻ പറഞ്ഞു വന്നതേ, ആ ബുള്ളക്കാർക്ക് പെയിന്റിംഗ് ഇല്ലേ, അത് എവിടെയാ ഉള്ളത്? ഈഷ്, അത് ഞാൻ വിറ്റ് കാശാക്കി. നീ അതോർത്ത് വിഷമിക്കണ്ടതേ. ഞാൻ നിനക്ക് വേണ്ടി മറ്റൊരു ചിത്രം വരച്ചു തരാം. നീ ചേട്ടാ, അതല്ല കാര്യം. എനിക്ക് ആ പെയിന്റിംഗ് തന്നെയാ വേണ്ടത്. കാരണം ഞാനേ ആ ലേസർ ബീമിൽ നിന്ന് രക്ഷപ്പെടാൻ QR കോഡ് റെഡിയാക്കിയെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ ആ പെയിന്റിങ്ങിലാണ് മറച്ചു വെച്ചിരുന്നത്. ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതുകൊണ്ടാണ് ആ പെയിന്റിംഗ് ആൽസോച്ചീനോ അങ്കിൾ അത്രയും വില കൊടുത്ത് വാങ്ങിക്കൊണ്ട് പോയത്. ശരി, വരൂ, നമുക്ക് വീട്ടിൽ ചെന്ന് അയാളുടെ കയ്യിൽ നിന്ന് പെയിന്റിംഗ് തിരിച്ചു വാങ്ങിക്കാം. സോറി മിസ്റ്റർ മേയർ, പക്ഷേ എനിക്ക് ആ പെയിന്റിംഗ് നിങ്ങൾക്ക് തിരിച്ചു നൽകാൻ കഴിയില്ല. അതെന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഓപ്പോസിറ്റ് ആണ്. ഒരിക്കൽ ഞാൻ ഒന്ന് വാങ്ങിച്ചാൽ പിന്നെ ഞാൻ അത് ഒരിക്കലും തിരിച്ചു നൽകില്ല. ശരി ആൽസോച്ചീനോ, നിങ്ങൾ ആ പെയിന്റിംഗ് തിരിച്ചു തരണ്ട. ഒരു മിനിറ്റ് നിങ്ങൾ അതൊന്ന് കാണിച്ചാൽ മാത്രം മതി. ശരി, ഓക്കെ. ഞാൻ ആ പെയിന്റിംഗ് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കാണാൻ തരാം. പക്ഷെ ഞാനത് തീർച്ചയായും തിരിച്ചു തരില്ല. കാരണം ആ പെയിന്റിംഗിലുള്ള ഫ്രണ്ട്ഷിപ്പ്, മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്, ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. ചേട്ടാ, ആ QR കോഡ് എവിടെ പോയി? ഏത് QR കോഡ്? ഏയ് അല്ലല്ല, അത് പിന്നെ ഞങ്ങൾ വെറുതെ. ഡോക്ടർ ആവിഷ്കാസൻ, നിങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി ചെക്ക് ചെയ്യുന്നോ? ചേട്ടാ, എന്റെ അമ്മോ, ഇത്രയും സമയത്തിനകം ഞാൻ 10 പ്രാവശ്യം ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതിലാ QR കോഡ് ഇല്ല. അതാ പെയിന്റിംഗിൽ ഇല്ലെങ്കിൽ പിന്നെ എവിടെയാ പോയത്? നോക്കൂ, നിങ്ങളുടെ അന്വേഷണ കാര്യങ്ങളെല്ലാം തീർന്നിട്ടുണ്ടെങ്കിൽ ദയവേത് ഇവിടുന്ന് പോയിക്കോളൂ. എനിക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഡോക്ടർ ആവിഷ്കാർ സിംഗ്, നല്ലോണം ഒരു പ്രാവശ്യം ആലോചിച്ച് പറയൂ. നിങ്ങൾ ആ QR കോഡ് വേറെ ഏതെങ്കിലും പെയിന്റിംഗിൽ മറച്ചു വെച്ച് കാണണം. ചേട്ടാ, എന്റെ അമ്മോ, എനിക്ക് മറക്കുന്ന രോഗമുണ്ടെന്ന് എല്ലാവരും കരുതിയിരിക്കല്ലേ. എനിക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഓർമ്മയുണ്ട്. ഞാൻ ആ QR കോഡ് നിന്റെ ആ ബുള്ളക്കാർക്ക് പെയിന്റിംഗ് ഇല്ലേ, അതിലാണ് മറച്ചു വെച്ചിരിക്കുന്നത്. നിന്റെ ആ പെയിന്റിംഗ് ചെക്ക് ചെയ്ത് കണ്ടില്ലേ, എന്റെ കയ്യിൽ അതിന്റെ കറ ഒട്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഡോക്ടർ ആവിഷ്കാർ സെൻ പറയുന്നതെല്ലാം ശരിയാണെന്നാ. ഒരു ഒറ്റവാക്കിൽ ചോദിക്കണമെങ്കില് വൈ? കാരണം മേരങ്കിൾ തയ്യാറാക്കിയ പെയിന്റിംഗ് ഉണ്ടല്ലോ, അതിന്റെ പെയിന്റ് എല്ലാം ഉണങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഡോക്ടർ ആവിഷ്കാർ സെൻ ആൽസോച്ചീനോയുടെ വീട്ടിൽ വെച്ച് ചെക്ക് ചെയ്ത പെയിന്റിംഗ് ഉണ്ടല്ലോ, അതിന്റെ പെയിന്റ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ആ പെയിന്റിംഗ് ആവിഷ്കാർ സെന്നിന്റെ കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. അയ്യോ, അതുകൊണ്ടാണല്ലേ ഡോക്ടർ ആവിഷ്കാറിന് അതിൽ നിന്നും QR കോഡ് കിട്ടാത്തത്. കീക്കോ, ഒരു പക്ഷെ ആ QR കോഡ് ആൽസിസീനുവിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ലോകമെമ്പാടുമുള്ള എല്ലാ പഴയ പെയിന്റിംഗ്സിന്റെയും സെക്യൂരിറ്റി അതിപ്പോ അപകടത്തിലാണ്. ഡോണ്ട് വറി അങ്കിൾ, കീക്കോയും സൂപ്പർ സ്പീഡോയും ഉള്ളതുവരെ സൺസിറ്റിയിലുള്ള സെക്യൂരിറ്റിക്ക് ഒരു അപകടവും ഉണ്ടാവില്ല. ട്വിങ്കിൾ, ഡോഡോ, എന്റെ ഒപ്പം വരൂ. കീക്കോയെയും അവന്റെ കൂട്ടുകാരെയും ഞാൻ നല്ലോണം പറ്റിച്ചു പറഞ്ഞയച്ചു. QR കോഡുള്ള പെയിന്റിങ്ങിന് പകരം അവർക്ക് ഞാൻ വരച്ച പെയിന്റിംഗ്, സെയിം ടു സെയിം പെയിന്റിംഗ് കാണിച്ചു പറ്റിച്ചു. ഇപ്പൊ ആ ലേസർ സെക്യൂരിറ്റിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ പെയിന്റിംഗ് എനിക്ക് ആവശ്യമില്ല. ഹലോ, 10 കോടി രൂപ തയ്യാറാക്കി വെക്കേ. നാളെ ലോകത്തിലെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള പെയിന്റിംഗ് നിന്റെ കയ്യിൽ എത്തിച്ചേരും. പിന്നെ ഒരു കാര്യം, ഐ ലൈക്ക് ക്യാഷ്. കീക്കു, നമ്മള് ഗാർഡനിൽ വന്നിട്ട് എന്താ കളിക്കാതിരിക്കുന്നെ? ഡോഡോ, നമ്മളിവിടെ എന്തിനാ വന്നിരിക്കുന്നതെന്ന് അറിയാമോ? അതിനിപ്പോ 2 വാക്കിൽ പറയണമെങ്കില് വാച്ച് കീപ്പിംഗ്. കറക്റ്റ് ട്വിങ്കിൾ, നമ്മൾ ഇവിടെ നിന്നോണ്ട് ആൽസോച്ചിനോയുടെ മൂവ്മെന്റ്സ് വാച്ച് ചെയ്യാൻ പോവാ. ഒരുപക്ഷെ അവനെങ്ങാനും പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് അവനെ ഫോളോ ചെയ്യാം. ഷെടാ, എന്റെ ദൈവമേ, ആൽസുചീനോയെ നമ്മൾ ഇവിടെ ഇരുന്ന് എങ്ങനെയാ ഫോളോ ചെയ്യുന്നത്? അയാള് തന്റെ ബാൽക്കണിയിൽ ഇരുന്നുകൊണ്ട് പെയിന്റിംഗ് വരച്ചോണ്ടിരിക്കുക. പെയിന്റിംഗ് ഞാൻ അടിച്ചു മാറ്റും, കോടിക്കണക്കിന് കാശുണ്ടാക്കും. ആർസവന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. പക്ഷേ ആൽസുചിനോ ഇപ്പോഴും ബാൽക്കണിയിലിരുന്ന് പെയിന്റ് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. ഇതെങ്ങനെയാ സംഭവിക്കുക?
ആ സിഗ്നൽ ആ ബിൽഡിംഗിന്റെ ഭാഗത്തുനിന്നാ വരുന്നത്. അവിടെയാണ് ലോകത്തെ ഏറ്റവും പുരാതനമായ പെയിന്റിംഗ്സ് വെച്ചിട്ടുള്ളത്. ട്വിങ്കിൾ, ഡോഡോ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ആൽ സജീനോയെ ശ്രദ്ധിച്ചോ. അതിനകം ഞാൻ അവിടെ ചെന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ഞങ്ങള് കൂടെ ഉള്ളപ്പോൾ നീ ഒരു കാര്യം ഓർത്ത് വിഷമിക്കണ്ട. ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഡോണ്ട് വറി. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, വേഗം ചെല്ല്. സൺസിറ്റിയിൽ ഒരു വലിയ കൊള്ള സംഭവം നടന്നിരിക്കുക. കൊള്ളയടിക്കുന്നത് വളരെ തെറ്റാണ് കീക്കോ. നമ്മൾ ഇവിടെ ഉള്ളത് വരെ റോങ്ങിന് റൈറ്റിന് തോൽപ്പിക്കാനാവില്ല. ലെറ്റ്സ് ഗോ. ഈ പെയിന്റിംഗ് ഞാൻ അടിച്ചു മാറ്റും. കോടാനുകൂടി കാശുണ്ടാക്കും. എടാ ചെക്ക, പാർക്കിൽ ചെന്ന് എന്തെങ്കിലും കളി കളിച്ചോടാ. ഈ ലേസർ ബീം ക്രോസ് ചെയ്യുന്നത് കുട്ടിക്കളിയൊന്നും അല്ലടാ. സൂപ്പർ സ്പീഡോ, അയാൾ അവിടെ പോകുന്നതിന് മുമ്പ് നമുക്ക് റൂം ക്രോസ് ചെയ്ത് പെയിന്റിംഗ് എടുത്തോണ്ട് വരാം. ഡോണ്ട് വറി കീക്കോ. ഈ ലേസർ ബീമിന്റെ വെബ്സ് ക്രോസ് ചെയ്യുന്നത് എനിക്ക് വളരെ എളുപ്പമാണ്. അതായത് എന്റെ ലെഫ്റ്റ് ടയർ കൊണ്ട് ചെയ്യാൻ പറ്റും. ലെറ്റ്സ് ഗോ. ഓ നോ കിക്കോ, ഞാൻ വിചാരിച്ചതിനേക്കാളും ആ ലേസർ ബീംസ് വളരെ വളരെ സ്ട്രോങ് ആണ്. എന്റെ ടോട്ടൽ സിസ്റ്റവും കട്ടായി പോയിരിക്കുകയാണ്. ഓട്ടോ റിപ്പയർ ചെയ്യാൻ സമയമാവും. എന്നാ ശരി സൂപ്പർ സ്പീഡോ, നീ വേഗം ഓട്ടോ റിപ്പയർ ചെയ്തോ. അപ്പോഴേക്കും ഞാൻ അവനെ ഫോളോ ചെയ്തിട്ട് വരാം. കീക്കോ, ഇനിയിപ്പോ എങ്ങനെയാണ് അകത്തേക്ക് പോകുന്നത്? ഈ വെബ് കടക്കാൻ നിനക്കൊരു മാപ്പ് വേണ്ടേ? അത് അവന്റെ കയ്യിലല്ലേ ഉള്ളത്? അതിനും ഒരു വഴിയുണ്ട്. ഞാൻ അവന്റെ കാൽച്ചുവടുകൾ ഫോളോ ചെയ്ത് പോവും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുൻപോട്ട് വാ. എന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് തല്ലും കൂട്ടി നീ ഇവിടുന്ന് ഓടിപ്പോയിക്കോ. ഞാൻ ഈ ലീസാമോണ പെയിന്റിംഗ് കൊള്ളയടിക്കാൻ പോവാ. കോടിക്കണക്കിന് കാശുണ്ടാക്കും. പെയിന്റിംഗ് ഞാൻ അടിച്ചു മാറ്റും. പല കോടികൾ കാശുണ്ടാക്കും. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 577. ഷെടാ എന്റെ ദൈവമേ, അത് കൊള്ളാലോ. അയാൾ ഇവിടെ ഇരുന്ന് പെയിന്റിങ് ചെയ്യാണല്ലോ. എന്റെ അനുവാദമില്ലാതെ എങ്ങനെ അകത്ത് കടന്നു? സോറി ആൽസോച്ചിനോ, ഞങ്ങൾ കുറെ നേരായിട്ട് വാതിലിൽ മുട്ടുകയായിരുന്നു. ഓ, ഞാൻ മ്യൂസിക് കേൾക്കായിരുന്നു. പറയൂ, പെട്ടെന്ന് എന്തിനാ എങ്ങോട്ട് വന്നത്? നിങ്ങൾ അല്പസമയം മുമ്പ് എവിടെയായിരുന്നു? ഞാൻ കഴിഞ്ഞ അരമണിക്കൂറായിട്ട് ഇവിടെ തന്നെയായിരുന്നു. പെയിന്റിംഗ് ചെയ്യായിരുന്നു. എങ്ങനെയുണ്ട് ഈ പെയിന്റിംഗ്? അല്ല, നീ പറയുന്നത് കള്ളമാ. ലോകത്തെ ഏറ്റവും പുരാതനമായ പെയിന്റിംഗ് അടിച്ചു മാറ്റിയതിനു ശേഷം നീ ഇപ്പോഴാണ് വന്നത്. എന്ത് കീക്കോ, ഇപ്പൊ നീ പറയുന്നതാണ് കള്ളം. ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല. കീക്കോ, അതെങ്ങനെ നീ ഇത്ര ഉറപ്പിച്ച് പറയുന്നത്? ആ പെയിന്റിംഗ് അടിച്ചു മാറ്റിയത് ആൽസുചീനോ ആണെന്ന്. കാരണം ആരാണോ മാസ്ക് ഇട്ടോണ്ട് വന്ന പെയിന്റിംഗ് അടിച്ചു മാറ്റിയത് അവനും ഇതേപോലെ വൈറ്റ് ഷൂസ് ആണ് ഇട്ടിരുന്നത്. അതേ ഷൂ ആണ് ആൽസുചീനോയും ഇട്ടിരിക്കുന്നത്. തിരക്കിനിടയിൽ അത് മാറ്റാൻ മറന്നുപോയിട്ടുണ്ടാവും. ഇത് വലിയ കാര്യമൊന്നുമില്ല. ഇക്കാലത്ത് വൈറ്റ് ഷൂസ് ഒരു ഫാഷനാണ്. എല്ലാരും ഇതുപോലെ ഇട്ടിട്ടുണ്ട്.
അതെ, പക്ഷെ നീ ഒരല്പം ഞെട്ടിപ്പോയില്ലേ? നിന്റെ ഹാർട്ട് ബീറ്റ്സും വളരെ ഫാസ്റ്റ് ആണല്ലോ. ഇത് വെച്ച് എനിക്ക് നീ വളരെ ദൂരം ഓടി വന്നിരിക്കുകയാണെന്ന് പറയാൻ പറ്റും. ഇത് കണ്ടോ? നിങ്ങളുടെ ഹാർട്ട് ബീറ്റിനെ കുറിച്ച് 2 വാക്കിൽ പറയണമെങ്കിൽ വെരി ഹൈ. ഇത്തരം ഹൈ ഹാർട്ട് ബീറ്റ്സ് എപ്പോഴാ ഉണ്ടാവുന്നറിയോ? ഓടി വന്നാലേ ഉണ്ടാവൂ. പക്ഷേ കീക്കോ, ഞങ്ങൾ ഇയാളെ 1 മിനിറ്റ് പോലും വിടാതെ വാച്ച് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അതിനുള്ള ഉത്തരം ഞാൻ പറയാം. ബാൽക്കണിയിൽ ഒരാളിരുന്ന് പെയിന്റിംഗ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നില്ലേ? അത് ആൽച്ചോ ചീനോ അല്ല, ഈ മാനിക്കിനാണ്. ദേ ഇത് കണ്ടോ? പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല കീക്കോ. ആരാണ് ആ പെയിന്റിംഗ് അടിച്ചു മാറ്റിയത്? അവൻ വളരെ ഫിറ്റ് ആയിരുന്നു, സ്ലിം ആൻഡ് ട്രിം ടൈപ്പ്. പക്ഷെ ഇവൻ ആള് തടിച്ചു കൊടുത്തിരിക്കുകയാണല്ലോ. അതിനുള്ള ഉത്തരം ഇപ്പൊ കിട്ടും സൂപ്പർ സ്പീഡോ. ഫോർമുല നമ്പർ 10 അപ്ലൈ ചെയ്യ്. കലക്കി കീക്കോ. ഐ ലൈക്ക് ദിസ് ഫോർമുല. ഇനി നിനക്ക് ഓടി രക്ഷപ്പെടാനാവില്ല. പെയിന്റിംഗ് അടിച്ചു മാറ്റി പല കോടികൾ ഉണ്ടാക്കും. കിക്കോ, നീ വളരെ സ്മാർട്ട് ആണെന്ന് സമ്മതിച്ചു. നീ എന്നെ കണ്ടുപിടിച്ചു, എക്സ്പോസ് ചെയ്തിരിക്കുകയാണ്. ആൽസോ ചീനോ, ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്യാണ്, ദയവായി ആ പെയിന്റിംഗ് എന്നെ ഏൽപ്പിച്ചേക്ക്. പക്ഷേ കീക്കോ, നീ എന്നെ എക്സ്പോസ് ചെയ്ത് വളരെ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോ നിനക്കൊരു അതിഭയങ്കര തിരിച്ചടി തരാൻ പോവാ. പെയിന്റിംഗ് അടിച്ചു മാറ്റും, പല കോടി കാശുണ്ടാക്കും. സൂപ്പർ സ്പീഡോ, വേഗാവട്ടെ. ആൽസോ ചീനോയെ നമുക്ക് ഫോളോ ചെയ്യണം. Ska Kiko, Esco, Deco, Rico, Rico, Rada, Naco, Luna, Isco, Epic, Lata, yes, Rico. ഇനി നിനക്ക് ഓടി രക്ഷപ്പെടാനാവില്ല. പെയിന്റിംഗ് അടിച്ചു മാറ്റും, പല കോടികൾ കാശുണ്ടാക്കും. ഒരുപക്ഷെ ഈ പെയിന്റിംഗ് എനിക്ക് സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ ആരും ഇത് സ്വന്തമാക്കുന്നത് അനുവദിക്കാൻ എനിക്ക് പറ്റില്ല. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 49. നിനക്ക് വേഷന്മാരെ ആര് വേണമെങ്കിലും പറ്റിക്കാൻ പറ്റും, പക്ഷെ എന്നെ പറ്റിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഡിറ്റക്റ്റീവ് ചാറ്റ്പാഡ്. എന്ന് വെച്ചാ സാർ ചുരുക്കത്തിൽ പറയുന്നത് യു ആർ അണ്ടർ അറസ്റ്റ്. ഇവിടെയും അവിടെയുമായിട്ട് ഒരുപാട് ടവേഴ്സ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഇവന്മാരെ ഇവിടുന്ന് ഡസ്റ്റ്ബിനിലേക്ക് പറഞ്ഞയക്കും. കൊള്ളാം, ടാർഗറ്റ് ഫിനിഷ് ചെയ്തു. ഇതെങ്ങനെയുണ്ട് കീക്കോ? നൈസ് ഷോട്ട് ബ്രോ. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഓബ്ര ഷോ ഹൗസ്ഫുൾ ആയി കാണുമെന്നാണ്. എന്തുകൊണ്ട് ഹൗസ്ഫുൾ ആയിക്കോട്ടെ മീർ അങ്കിൾ. ഈ ഷോയിൽ പാടുന്ന സിംഗർ ഉണ്ടല്ലോ, അവരാരാന്നറിയാവോ? അവരെ കുറിച്ച് 2 വാക്കിൽ പറയണമെങ്കിൽ വേൾഡ് ഫേമസ്. വേൾഡ് ഫേമസിനേക്കാളും വളരെയധികം വേൾഡ് ഫേമസ്. ഞാനൊരല്പം കഴിച്ചോട്ടെ. ഒരു കാര്യം അറിയോ? ഈ ഓപ്പറ ഷോ ഇത്രയും പോപ്പുലർ ആവാൻ കാരണം എന്താണെന്നറിയോ? എർത്ത് ബാങ്കിന്റെ ഏറ്റവും വലിയ ഓഫീസർ ഈ ഷോ കാണാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ കീക്കോ, ഈ എർത്ത് ബാങ്ക് എന്നൊക്കെ പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? സൺസിറ്റിയിൽ പുതിയ ബാങ്ക് വല്ലതും തുറന്നിട്ടുണ്ടോ? അതല്ല ടെമ്പോ അണ്ണാ, ഇത് സൺസിറ്റിയുടെ ബാങ്ക് അല്ല, ഇത് ടോട്ടൽ ലോകത്തിന്റെയും ബാങ്കാ. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ആ ബാങ്കിലാണ് കാശ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്.
മാത്രമല്ല നമ്മുടെ എൻവയോൺമെന്റിനെ ശരിയാക്കാൻ ആ കാശാണ് ഉപയോഗിക്കാൻ പോകുന്നത്. വാതിലിൽ മുട്ടുന്ന ശബ്ദം ഘട്ട് എന്ന് പറയും. ഓപ്ര ഷോ ഫസ്റ്റ് ലൈൻ സീറ്റിൽ നിന്ന് കാണുന്നവരെ അവരെ ഡിറ്റക്റ്റീവ് ഝട്പട്ട് എന്ന് പറയും. കലക്കി സർ, എന്തോ ഒരു പഞ്ചാ പറഞ്ഞേ. ഞാൻ നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം സർ. ചേട്ടാ, എനിക്കൊന്നും ശരിക്കും കാണാൻ പറ്റുന്നില്ല. ഒന്ന് മാറും അങ്കിൾ. എനിക്കിപ്പോ വരുന്ന ദേഷ്യത്തിനുണ്ടല്ലോ. എനിക്കിപ്പോ ഇയാളെ ഒരൊറ്റ അടി വെച്ച് ഫ്ലാറ്റ് ആക്കിയാലോ തോന്നുക. നീ ഇപ്പൊ എന്താടാ പറഞ്ഞത്? ഒന്നുമില്ല, ഞാൻ ആരോടും ഒന്നും സംസാരിക്കാറ് പോലും ഇല്ല. ഷെടാ ടോണി ബോസ്, നീ ഒരു കാര്യം മറന്നുപോയോ? നിങ്ങൾ ഇപ്പോഴല്ലേ പറഞ്ഞത് നീ ഈ നിൽക്കുന്ന അങ്കിളിന് ഒരൊറ്റ ഇടി വെച്ച് കൊടുത്ത് ഈ അങ്കിളിനെ അങ്ങ് ഫ്ലാറ്റ് ആക്കുമെന്ന് പറഞ്ഞതല്ലേ? ആണോ? നീ എന്നെ ഇടിച്ചങ്ങ് ഫ്ലാറ്റ് ആക്കാൻ തീരുമാനിച്ചിരിക്കാനോടാ? അല്ല അങ്കിൾ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല. ദേവി തന്നെ അങ്ങ് വിട്ടേക്ക്. അവന്മാർ രണ്ടുപേരും കള്ളം പറയാ. ബട്ടറിൽ വെച്ച് പാവ് ഭാജി മിസ്സായി പോയി. ടോണി ബോസിന്റെ കാലം സ്ലിപ്പായി പോയി. അത് കലക്കി. നമുക്കിപ്പോ ഫ്രണ്ട് സീറ്റ് കിട്ടിയിരിക്കുക. ഇന്ന് ആദ്യമായിട്ട് ടോണി ബോസിന്റെ പഞ്ച് കാരണം നമുക്ക് ബെനിഫിറ്റ് കിട്ടിയിരിക്കുക. എന്റെ ദൈവമേ, ഈ സ്ഥലത്ത് എന്തുമാത്രം ബൾബ്സും ട്യൂബ്ലൈറ്റ്സും ഉണ്ടെന്ന് നോക്കേ. ഞാനത് ചിലപ്പോ കഴിച്ചോട്ടെ. അല്ല, ഇതെന്ത് ഇവർ ഈ ട്യൂബ് ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്യാൻ മറന്നുപോയോ? അല്ല ടെമ്പോ അണ്ണ, ഓപ്ര സിംഗർ ഇവിടെ പെർഫോം ചെയ്യാൻ വരുന്നുണ്ടല്ലോ. അവരുടെ ഹൈ പിച്ച് വോയിസ് കാരണം ഈ ബൾബുകളൊക്കെ തകർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ട്യൂബ് ലൈറ്റ്സിനെയും ഇവിടെ ചോയ്സ് ആയി വെച്ചിരിക്കുന്ന പ്രോസസ്സിനെ ഒരു വാക്കിൽ പറയണമെങ്കിൽ ബാക്കപ്പ്. കറക്റ്റ് ട്വിങ്കിൾ. ഒരുപക്ഷെ ഈ ബൾബൊക്കെ ഓപ്ര സിംഗറിന്റെ വോയിസ് കാരണം പൊട്ടിപ്പോയാൽ പിന്നീട് അവർ ഈ ട്യൂബാണ് യൂസ് ചെയ്യുക. ഇപ്പൊ എന്റെ ഹാൻഡിക്യാം ഓൺ ചെയ്യേണ്ട സമയമായെന്നാ തോന്നുന്നത്. അങ്ങോട്ട് നോക്കിക്കേ, എർത്ത് ബാങ്കിന്റെ ഏറ്റവും വലിയ ഓഫീസർ മിസ്റ്റർ നേറ്റൻ എത്തിക്കഴിഞ്ഞു. എന്തൊരു സ്റ്റൈലിഷ് എൻട്രി എന്ന് കണ്ടില്ലേ? ഈ ഓബ്ര ഷോയുടെ കൂടെ ചേർന്ന് മിസ്റ്റർ നേറ്റന്റെ എൻട്രി റെക്കോർഡ് ചെയ്യുന്നത് ഒരു സുഖമുള്ള കാര്യമാണ്. ആ സെക്യൂരിറ്റി ആളുകൾ ജനങ്ങളെ ഇങ്ങനെ പുഷ് ചെയ്യുന്നത് കാണുമ്പോൾ ആ ബിഹേവിയറിനെ ഒറ്റവാക്കിൽ പറയണമെങ്കിൽ റൂഡ്. സാധാരണ റൂഡല്ല, അതിഭയങ്കര റൂഡ്. വെരി വെരി റൂഡ്. ഇപ്പൊ ഞാൻ കുറച്ച് പാല് കുടിച്ചേ പറ്റൂ. അയ്യോ, അല്ല, ഈ മിസ്റ്റർ നേത്തനൊപ്പം എന്തിനാ ഇത്ര അധികം സെക്യൂരിറ്റി? കാരണം നേത്തനങ്ങളുടെ കയ്യിൽ ഒരു ചിപ്പുണ്ട്. അത് വെച്ച് അദ്ദേഹം എർത്ത് ബാങ്കിന്റെ അക്കൗണ്ട് ആക്സസ് ചെയ്തിട്ട് ഏതൊരു സ്ഥലത്തേക്കും പണം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നേതൻ അങ്കിൾ ഏത് സ്ഥലത്താണ് ഈ ചിപ്പ് വെച്ചിരിക്കുന്നത്? അതിന്റെ രണ്ട് വാക്കിൽ പറയണമെങ്കിൽ സേഫ് പ്ലേസ്. ആ ചിപ്പ് എവിടെയാണുള്ളതെന്ന കാര്യം നേതനങ്ങളിന് മാത്രമേ അറിയൂ. മിസ്റ്റർ നേത്തന്റെ കഴുത്തിൽ എത്ര സൂപ്പറായ ലോക്കറ്റ് ആണല്ലേ? കൊള്ളാം സാറേ. ഒരു ഫോട്ടോ. ഫോട്ടോസ് എടുക്കാൻ അലൗഡ് അല്ല. ഒന്ന് മാറി ഫോട്ടോ വിടുന്നേ. ഗുഡ് മോർണിംഗ് അങ്കിൾ, ഞാനാണ് കീക്കോ. എനിക്കിപ്പോ തോന്നുന്നത് നിങ്ങൾ ഈ എടുത്തുചാടി ബിഹേവ് ചെയ്തത് വളരെ റോങ് ആണെന്നാണ്. നോക്കൂ കീക്കോ, എന്റെ പേര് ബ്രിസ്റ്റോ. നേതൻ സാറിന്റെ സെക്യൂരിറ്റി അത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്നു പോകുന്ന ജനങ്ങളോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അത് ഞാൻ തീരുമാനിച്ചോളാം. റിലാക്സ് ബ്രിസ്റ്റോ, കീക്കോ പറയുന്നതും ശരിയല്ലേ. നീ ഇങ്ങനെ ജനങ്ങളോട് ദേഷ്യപ്പെട്ട് ഈ സംസാരിക്കരുത്. ചെക്കിന് വേണ്ടി നിങ്ങൾ എന്നെ വഴക്ക് പറയണം. ഞാൻ നിന്നെ വഴക്കൊന്നും പറഞ്ഞില്ല, നീ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. ശരി, ഓക്കെ. ഒരു പക്ഷേ ഈ കൂട്ടത്തിലുള്ള ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ എന്നോട് ചോദിക്കരുത്. റിലാക്സ് ബ്രിസ്റ്റോ, ഒരു പ്രശ്നം ഉണ്ടാകില്ല. കീക്കോയും ഇവിടെ തന്നെ ഉണ്ടല്ലോ. കീക്കോ പിന്നെ സൂപ്പർ സ്പീഡോയുടെ സാഹസങ്ങൾ വേൾഡ് ഫേമസ് ആണ്. താങ്ക് യു മിസ്റ്റർ നേതൻ.
അലർട്ട് ആയിരിക്കണം. ഞാൻ വാഷ്റൂമിലേക്ക് പോയിട്ട് വരാം. എന്റെ ദൈവമേ, ഇവരുടെ വോയിസ് കാരണം എന്റെ കാത് ഡാമേജ് ആവോ? ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. നീ പറഞ്ഞത് ശരിയാണ് കീക്കോ. ഇവരുടെ വോയിസ് കാരണം ശരിക്കും ബൾബ്സ് ഒക്കെ തകർന്നു പോയി. എന്താ പറ്റിയത്? ഇവിടെ എല്ലാം ഓക്കെ അല്ലേ? യെസ് സർ. ആർസവന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട്. ഉറപ്പായും എന്തോ പ്രശ്നമുണ്ട്. നേതൻ അങ്കിളിന്റെ ലോക്കറ്റ് മിസ്സിംഗ്. സിഗ്നൽ സീലിംഗിന്റെ ഭാഗത്തുനിന്നാണല്ലോ വരുന്നത്. മുകളിൽ പോയൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നേതൻ അങ്കിൾ താഴെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇയാളാരാ? ഇയാൾ എന്തിനാ അങ്കിളിന്റെ കണ്ണും ഫിംഗർ പ്രിന്റ്സും സ്കാൻ ചെയ്യുന്നത്? നേതൻ അങ്കിൾ താഴെയുമുണ്ട്, പിന്നെ നേതൻ അങ്കിൾ മുകളിലുമുണ്ട്. ഇതെങ്ങനെയാ സംഭവിച്ചേ? ഇത് നോക്കൂ മിസ്റ്റർ, നേതൻ അങ്കിളുടെ കാര്യത്തിൽ എന്ത് കുലുമാലാണ് ഒപ്പിക്കുന്നത്? എടാ ചെക്ക, നീ ഇങ്ങോട്ട് വരാൻ ഒരല്പം ലേറ്റായി പോയല്ലോ. നേത്തന്റെ ചെയറിന് താഴെ ഒരു കുഴിയുണ്ട്. ചെയർ കമഴ്ത്തിയിട്ടിട്ട് നേത്തനെ ഞങ്ങൾ ആ കുഴിയിലേക്ക് തള്ളിയിട്ടു. പിന്നെ നേത്തന് പകരം എന്റെ ഒരാൾ നേത്തനായി മാറി അവിടെ ഇരിക്കുകയും ചെയ്തു. അങ്ങനെ എന്റെ ജോലി കഴിഞ്ഞു. ആ, ഒരു കാര്യം മാത്രം ബാക്കിയുണ്ട്. ജാക്ക്, നമ്മുടെ ജോലി കഴിഞ്ഞു. നമുക്കിനി ഇവിടുന്ന് രക്ഷപ്പെടാം. വേഗം. കീക്കോ, വേഗം ചെന്ന് അവനെ പിടിക്ക്. അവൻ എന്റെ ലോക്കറ്റ് അടിച്ചു മാറ്റി. അല്ല നേതൻ അങ്കിൾ, ആ ലോക്കറ്റിൽ അങ്ങനെ എന്താ ഉള്ളത്? കിക്കോ, ആ ലോക്കറ്റിൽ ഒരു ചിപ്പ് ഉണ്ട്. അതുമൂലം എർത്ത് ബാങ്ക് ആക്സസ് ചെയ്ത് മണി എങ്ങോട്ട് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എന്ത്? ഡോണ്ട് വറി അങ്കിൾ, ആ ചിപ്പ് ഞാൻ എങ്ങനെയെങ്കിലും തേടി കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് തരാം. ഇത്രയും ബൈക്കോസോ? വേറെ ഒരു വഴിയില്ല. ഞാൻ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, എത്രയും വേഗം ആ ബൈക്കേഴ്സിനെ ഫോളോ ചെയ്യേ. ഫോർമുല നമ്പർ 1, 2, 3 ആവശ്യം ഉണ്ടാവുന്ന തോന്നുന്നേ. ലെറ്റ്സ് ഗോ ബ്രോ. കീക്കോ, അവന്മാർ രണ്ടുപേരും നമ്മുടെ നേർക്ക് ബോംബ് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബേസ്ബോൾ കളിക്കുന്നത് പോലെയാണ് അവർ ബോംബ് എറിയുന്നത്. എങ്കിൽ സൂപ്പർ സ്പീഡോ, നീയും ഫോർമുല നമ്പർ 57 ആക്ടിവേറ്റ് ചെയ്തിട്ട് കളി തുടങ്ങിക്കോ. ഗ്രേറ്റ് ഐഡിയ കീക്കോ. ഇപ്പൊ ഞാൻ അവരുടെ ഓരോ ബോളും സ്മാഷ് ചെയ്തേക്കാം. അങ്ങനെ അവരുടെ കളി അവസാനിച്ചു. ഇനി എന്റെ ടേൺ തുടങ്ങാൻ പോവുകയാണ് കീക്കോ. ഞാനിപ്പോൾ ഫോർമുല നമ്പർ 37 ആക്ടിവേറ്റ് ചെയ്തിട്ട് അവരെ ഷൂട്ട് ചെയ്യട്ടെ കീക്കോ. ചെയ്തോ ബഡി, ഗോൺ. ഇവിടെയും അവിടെയുമായിട്ട് ഒരുപാട് ടവേഴ്സ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഇവന്മാരെ ഇവിടുന്ന് ഡസ്റ്റ്ബിനിലേക്ക് പറഞ്ഞയക്കും. കൊള്ളാം, ടാർഗറ്റ് ഫിനിഷ് ചെയ്തു. ഇതെങ്ങനെയുണ്ട് കീക്കോ? നൈസ് ഷോട്ട് ബ്രോ. വേഗം വാ, നമുക്ക് എത്രയും പെട്ടെന്ന് റൈഡേഴ്സിനെ പിടിക്കാം. കീക്കോ, എന്റെ മുഴുവൻ ബോഡിയും ഡാമേജ് ആയിപ്പോയി. ഓട്ടോ റിപ്പയർ ചെയ്യുവാൻ കുറച്ച് സമയമെടുക്കും.
കീക്കോ, നമുക്ക് ആ ലോക്കറ്റ് തിരിച്ചു കിട്ടുന്നത് വരെ എർത്ത് ബാങ്കിലെ കാശിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഡോണ്ട് വെറി സർ. എർത്ത് ബാങ്കിലുള്ള ക്യാഷ് അടിച്ചു മാറ്റാനായിട്ട് ആ കള്ളന്റെ കയ്യിലുള്ള ചിപ്പ് വെച്ച ലോക്കറ്റ് നമ്മുടെ എർത്ത് ബാങ്കിന്റെ ഓഫീസിലുള്ള കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തേ പറ്റൂ. പക്ഷെ അവൻ അങ്ങോട്ട് വരുമ്പോ അവൻ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ബ്രിസ്റ്റോ അങ്കിൾ, നമ്മൾ ആരെയും ഒരിക്കലും വീക്ക് ആണെന്ന് കരുതരുത്. നിങ്ങൾ ആദ്യം അങ്ങനെയല്ലേ കരുതിയത്? നിങ്ങൾ ഇവിടെയുള്ളപ്പോ ഒരു കള്ളനും നേത്തനങ്ങളുടെ അടുത്തെത്താൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? എന്നിട്ടിപ്പോഴോ ആരോ ചിപ്പടിച്ച് പറ്റിക്കൊണ്ട് പോയില്ലേ? കീക്കിപ്പ് പറഞ്ഞ കാര്യം 2 വാക്കിൽ പറയണമെങ്കിൽ സൂപ്പർ കറക്റ്റ്. സാധാരണ കറക്റ്റ് അല്ല, വളരെ വളരെ കറക്റ്റ്, സൂപ്പർ ഡൂപ്പർ കറക്റ്റ്. ഞാനിപ്പോ ഒരു ക്യാരറ്റ് കഴിക്കാനായിട്ട് പോവാ. അല്ല നേത്തനങ്ങൾ, ഈ കാര്യം നിങ്ങൾക്കല്ലാതെ മറ്റാർക്കൊക്കെ അറിയാം? അതായത് ആ ലോക്കറ്റിനകത്തൊരു ചിപ്പുള്ള കാര്യം. ലോക്കറ്റിനെ കുറിച്ച് എനിക്കും ബ്രിസ്റ്റോയ്ക്കും മാത്രമേ അറിയുള്ളൂ. എന്തിനാ അങ്ങനെ ചോദിച്ചത്? അയ്യോ, എന്ന് വെച്ചാൽ ആ കള്ളന്മാർക്ക് ആ കാര്യം എങ്ങനെ മനസ്സിലായത്? അതായത് ആ ലോക്കറ്റിനകത്ത് ചിപ്പ് വെച്ചിട്ടുണ്ടെന്ന്. ഒരു മിനിറ്റ്, നിങ്ങൾ എല്ലാവരും ചേർന്ന് ഇപ്പൊ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞാനും കള്ളന്റെ ഗ്രൂപ്പ് ആണെന്നാണ്? പറയാൻ പറ്റില്ല. ഇക്കാലത്ത് എന്തു സംഭവിക്കാൻ സാധ്യതയുണ്ട്. അല്ല, നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത് സൂപ്പർ സ്പീഡോ? ഒരു മിനിറ്റ്, ബ്രിസ്റ്റോയെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അവൻ ഇത്തരം തെറ്റുകളൊന്നും ഒരിക്കലും ചെയ്യില്ല. ഒരുപക്ഷെ ഈ ഇൻഫർമേഷൻ വേറെ എവിടെന്നെങ്കിലും ലീക്കായി കാണും. ചാൻസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട മിഷൻ എന്ന് പറയുന്നത് എർത്ത് ബാങ്കിലുള്ള കാശ് സേഫ് ആക്കുക എന്നതാണ്. കിക്കോ, നാളെ നീയും സൂപ്പർ സ്പീഡോയും വന്ന് എന്റെ ഓഫീസിലെ എല്ലാ സെക്യൂരിറ്റിയും ഒന്ന് ചെക്ക് ചെയ്തേക്ക്. ഓക്കെ നേത്തനങ്ങൾ, നാളെ ഞങ്ങൾ ഓഫീസിലേക്ക് വന്നേക്കാം. എനിക്ക് തോന്നുന്നത് ബ്രിസ്റ്റോയ്ക്കും ആ കള്ളന്മാർക്കും എന്തോ കണക്ഷൻ ഉണ്ടെന്നാണ്. മേരങ്കിൾ, കുറച്ചു സമയത്തേക്ക് അങ്കിളിന്റെ ആ ഹാൻഡിക്യാം എനിക്കൊന്ന് തരാൻ പറ്റുമോ? തീർച്ചയായും കിക്കോ, ഇന്ന് പിടിച്ചോ. നീയും എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്തോ, എന്നിട്ട് എൻജോയ് ചെയ്തോളൂ. കീക്കോ, നീ മേരങ്ങളുടെ ക്യാമറയിലുള്ള എല്ലാ ഫുട്ടേജും എന്തിനാ സൂപ്പർ സ്പീഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്? അതൊരു ഒറ്റ വാക്കിൽ ചോദിക്കണമെങ്കിൽ വൈ? നിൽക്ക്, ഞാൻ പറയാം. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 40. ഓക്കെ ബ്രോ, എങ്കിൽ നമുക്ക് തുടങ്ങാം. അത് കണ്ടോ, ഇന്ന് രാവിലെ ഷൂട്ട് ചെയ്ത ഫുട്ടേജാ. നേത്തൻ അങ്കിളും ബ്രിസ്റ്റോ അങ്കിളും സെക്യൂരിറ്റി ഗാർഡ്സിനോടൊപ്പം ഓപ്പറ തിയേറ്ററിലേക്ക് എൻറ്റർ ആവുകയായിരുന്നു. നിന്റെ പ്ലാൻ എനിക്ക് മനസ്സിലായി കീക്കോ. ഇതിനുശേഷം ഫോർമുല നമ്പർ 241 നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. പെർഫെക്റ്റ് സജഷൻ, വെരി ഗുഡ്. എന്റെ ദൈവമേ, ഇവിടെ ഭയങ്കര കൺഫ്യൂഷൻ ആണല്ലോ. എന്തുമാത്രം ആലോചിച്ചാലും എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ മനസ്സിലാക്കി തരാം ഡോഡോ. അതായത് ആ കള്ളൻ നേത്തൻ അങ്കിളിന്റെ കണ്ണുകളും അദ്ദേഹത്തിന്റെ ഫിംഗർ പ്രിന്റ്സും സ്കാൻ ചെയ്തെടുത്തോണ്ട് പോയിട്ടുണ്ട്. ഒരുപക്ഷെ വീണ്ടും നേത്തൻ അങ്കിളിന്റെ മാസ്ക് അണിഞ്ഞിട്ട് കമ്പ്യൂട്ടറിന്റെ അടുത്തേക്ക് ചെല്ലാനും ചാൻസസ് ഉണ്ട്. അവര് വിചാരിച്ച റെറ്റിനയും ഫിംഗർ പ്രിന്റ്സും കോപ്പി ചെയ്യാൻ പറ്റും. പക്ഷേ വാക്കിംഗ് സ്റ്റൈൽ കോപ്പി ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ അന്ന് ഒരുപാട് പേർ ഓപ്പറ തിയേറ്ററിൽ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ആ ഫുട്ടേജ് ഒക്കെ നമ്മൾ ഈ 2 ക്യാമറയിലും സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും നേത്തന്റെ മാസ്കും ഇട്ട് കൊള്ളയടിക്കാൻ ശ്രമിച്ചാൽ ഈ ക്യാമറയിലെ ഫുട്ടേജിന്റെ കൂടെ നമ്മളത് മാച്ച് ചെയ്ത് നോക്കിയാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, സത്യത്തിൽ ആരാണ് കള്ളൻ എന്നുള്ള കാര്യം. വാവ്, ഈ പ്ലാനിനെ കുറിച്ച് 2 വാക്കിൽ പറയണമെങ്കിൽ ഫാന്റാസ്റ്റിക് പ്ലാൻ. ഇന്ന് വാങ്ങിച്ചോളൂ ബോസ്. ഈ ലോക്കറ്റിനകത്ത് ചിപ്പുണ്ട്. ഇത് യൂസ് ചെയ്തുകൊണ്ട് എർത്ത് ബാങ്കിലുള്ള എല്ലാ കാശും നാളെ അടിച്ചു മാറ്റാം. സബാഷ്, മാസ്റ്റർ പ്ലാനറ്റ് കൊള്ളയടിക്കും. എന്റെ ലോക്കർ മൊത്തം പണം കൊണ്ട് നിറയ്ക്കും ഞാൻ. പക്ഷേ ബോസ്, പണം നിങ്ങൾ കൊള്ളയടിക്കുമായിരിക്കും. പക്ഷെ നാളെ ഞങ്ങൾ രണ്ടുപേരും എന്താ ചെയ്യേണ്ടത്? ഇതിലെന്റെ എല്ലാ പ്ലാനും എഴുതിയിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അത് പിന്നെ നിന്റെ ആളുകളോട് പറഞ്ഞു വെക്ക്, നാളെ ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് വരണം. നാളെ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകരുത്. ഓർമ്മിക്കണം, ആ പണത്തിനും എനിക്കും ഇടയിൽ ഒരു ദിവസത്തെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. മാസ്റ്റർ പ്ലാനറ്റ് കൊള്ളയടിക്കും. എന്റെ ലോക്കർ മൊത്തം പണം കൊണ്ട് നിറയ്ക്കും ഞാൻ. ഹിക്കോ, ഈ സെക്യൂരിറ്റി ഗാർഡ്സ് മാത്രമല്ല, കുറെ സെക്യൂരിറ്റി ലെവൽസും ഇവിടെയുണ്ട്. ഇതെല്ലാം കടന്നു വേണം കള്ളൻ ആ കമ്പ്യൂട്ടറിന്റെ അടുത്ത് പോയി ആ ചിപ്പ് യൂസ് ചെയ്ത് മൊത്ത പണവും ഇവിടുന്ന് കൊള്ളയടിക്കാൻ.
പക്ഷേ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആ കള്ളൻ ചിപ്പ് യൂസ് ചെയ്ത് കമ്പ്യൂട്ടറിൽ നിന്നും കാശ് അടിച്ചു മാറ്റുന്ന കാര്യത്തിൽ വിജയിച്ചാലോ, പിന്നെ നമ്മൾ എങ്ങനെയാ ആ കാശ് നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്? ആ ക്യാഷ് റിവേഴ്സ് ആയി എർത്ത് ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ ചിപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. പക്ഷെ ആ ചിപ്പ് ലോക്കറ്റിനകത്താണുള്ളത്. സർ, ഞാൻ ചെന്ന് എല്ലാ സെക്യൂരിറ്റിയോടും അലർട്ടായിരിക്കാൻ പറയാം. ഞാൻ ഇതിനകത്തുള്ള സെക്യൂരിറ്റിയൊക്കെ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. അകത്ത് ഞാൻ എല്ലാ സ്ഥലങ്ങളിലും ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഓൾ അണ്ടർ കൺട്രോൾ. R7ന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട്. സിഗ്നൽ ഓഫീസിന്റെ പുറകെന്നാ വരുന്നേ. തീർച്ചയായും അവിടെ എന്തോ പ്രശ്നമുണ്ട്. ഓ നോ, ഞാനൊരു കാര്യം മറന്നുപോയി. ആ കമ്പ്യൂട്ടറിന്റെ അടുത്ത് ചെല്ലാൻ ഓഫീസിന്റെ ബാക്ക് സൈഡിൽ ഒരു രഹസ്യ വഴിയുണ്ട്. അവിടെ ഒരു വലിയ ഫൗണ്ടൈൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഫൗണ്ടൈൻ വഴി മെയിൻ കമ്പ്യൂട്ടറിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ ബാക്ക് സൈഡിൽ കൂടെ നമ്മൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നു. ആ ഫൗണ്ടന്റെ അടുത്തേക്ക് പോകാം സൂപ്പർ സ്പീഡോ. അതിനിടയ്ക്ക് ഞാൻ ചെന്ന് ബ്രിസ്റ്റോയെ തേടി കണ്ടെത്താം. സൂപ്പർ സ്പീഡോ, ഞാൻ ഈ ഫൗണ്ടനകത്ത് ചെന്ന് നോക്കാം. നീ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോ. പക്ഷേ കീക്കോ, നിനക്ക് 2 മിനിറ്റിൽ കൂടുതൽ വെള്ളത്തിനടിയിൽ ഒരിക്കലും നിൽക്കാൻ പറ്റില്ലല്ലോ. ഡോണ്ട് വറി സൂപ്പർ സ്പീഡോ, എനിക്കൊന്നും സംഭവിക്കില്ല. ബിക്കോസ് വി ഫൈറ്റ് ഫോർ ദ റൈറ്റ്. ഞാൻ 2 മിനിറ്റിന് ടൈമർ ഫിക്സ് ചെയ്തേക്കാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞല്ലോ. കീക്കോ ഇനിയും തിരിച്ചു വന്നില്ലല്ലോ. ഒരുപക്ഷെ അവന് വല്ല പ്രശ്നം ഉണ്ടായി കാണുമോ? ഞാനിന്ന് വെള്ളത്തിനടിയിൽ ചെന്ന് നോക്കട്ടെ. കീക്കോ, കീക്കോ, എഴുന്നേക്ക് കീക്കോ. കീക്കോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അതെ സൂപ്പർ സ്പീഡോ, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. താങ്ക് യു ബഡി. ഫ്രണ്ട്സിനിടയിൽ നോ സോറി നോ താങ്ക് യു. ശരി, വാ നമുക്ക് ചെന്ന് നോക്കാം. എർത്ത് ബാങ്കിന്റെ കാശ് സേഫ് ആണെന്ന് നോക്കാം. സംഭവിക്കാൻ പാടില്ലെന്ന് കരുതിയത് തന്നെ സംഭവിച്ചു. എർത്ത് ബാങ്കിന്റെ മൊത്തം പണവും കൊള്ളയടിച്ചിരിക്കുക. പക്ഷെ ഞാൻ മെയിൻ ഗേറ്റിലാണല്ലോ നിന്നുകൊണ്ടിരുന്നത്. ആ വഴിക്ക് ആരും പോയില്ലല്ലോ. പിന്നെ ആരാ കൊള്ളയടിച്ചത്? അതിപ്പോ നമുക്ക് കണ്ടെത്താം. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 40. ഓക്കെ ബ്രോ, ഷുവർ ഐ ഗോ. ഞാൻ രഹസ്യമായിട്ട് 2 ക്യാമറ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നു. നമുക്കതിന്റെ ഇമേജസ് ഇപ്പോൾ നോക്കാം. വീണ്ടും ആ കള്ളൻ എന്റെ മാസ്ക് അണിഞ്ഞ് കൊള്ളയടിച്ചിരിക്കുകയാണല്ലേ. എന്റെ കൈയിന്റെ ഫിംഗർ പ്രിന്റ്സും അവൻ കോപ്പി ചെയ്തിരിക്കുക അല്ലേ? മറ്റാരും നിങ്ങളുടെ മാസ്ക് ഇട്ട് കൊള്ളയടിക്കാൻ സാധ്യതയില്ല. ഇവിടെ കൊള്ളയടിച്ചത് നിങ്ങൾ തന്നെയാണ്. നീ എന്താ പറയുന്ന കീക്കോ? അതിന് നിന്റെ വശം എവിഡൻസ് വല്ലതുമുണ്ടോ? അത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. സൂപ്പർ സ്പീഡോ, ഓപ്പറ ഷോ നടന്ന ആ ദിവസത്തെ ഫുട്ടേജ് ഒന്ന് കാണിച്ചു കൊടുക്ക. ഇത് കണ്ടോ, ഇതിലൊരു ഫുട്ടേജ് അന്നെടുത്തതാണ്. നിങ്ങൾ ഓപ്പറ കാണാൻ വന്ന ദിവസം. പിന്നെ രണ്ടാമത്തെ ഫുട്ടേജ് ഇന്നെടുത്തത്. ഇന്നാണ് ആ കൊള്ള സംഭവം നടന്നത്. ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ റെറ്റിനയും ഫിംഗർ പ്രിന്റ്സും സ്കാൻ ചെയ്ത് ഡേറ്റ കോപ്പി ചെയ്യാൻ പറ്റും. മാസ്ക് അണിഞ്ഞ് നിങ്ങളെ പോലെ ഫേസും മാറ്റാൻ പറ്റും. പക്ഷെ നിങ്ങളെ പോലെ നടക്കാൻ പറ്റില്ല. ഈ 2 ഫുട്ടേജിലും 2 പേരുടെയും വാക്കിംഗ് സ്റ്റൈൽ ഒരേപോലെയാണുള്ളത്. എന്ന് വെച്ചാൽ ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. വേറെ ആരും നിന്റെ മാസ്ക് അണിഞ്ഞ് ഇവിടെ വന്ന് കൊള്ളയടിച്ചിട്ടില്ല. പക്ഷെ ഫുൾ പ്രൂഫ് പ്ലാനിങ്ങിനോടൊപ്പം നീ തന്നെയാണ് കൊള്ളയടിച്ചത്. മിസ്റ്റർ നേതൻ, ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, മര്യാദയ്ക്ക് ആ ലോക്കറ്റ് എനിക്ക് തിരിച്ചു തന്നേക്ക്. മാസ്റ്റർ പ്ലാനറ്റ് കൊള്ളയടിക്കും. എന്റെ ലോക്കർ മൊത്തം ഞാൻ പണം കൊണ്ട് നിറയ്ക്കും. സമ്മതിച്ചു കിക്കോ, നീ ശരിക്കും വളരെ ബ്രില്യന്റ് ആണ്. അങ്ങനെ അവസാനം നീ എന്നെ എക്സ്പോസ് ചെയ്ത് കളഞ്ഞു. ശരി, ഇന്ന് പിടിച്ചോ ചേപ്പ്. പ്ലാൻ എ ഫെയിൽ ആയിരിക്കുന്നു. പ്ലാൻ ബി ആക്ടിവേറ്റ് ചെയ്യ.
ബഡി, ഞാൻ എങ്ങനെയെങ്കിലും ആ ബൈക്കേഴ്സിനെ ക്രോസ് ചെയ്ത് നേതന്റെ അടുത്ത് ചെന്നേ പറ്റൂ. ഫോർമുല നമ്പർ 55. എനിക്ക് മനസ്സിലായി കീക്കോ. ഞാൻ ഫോർമുല നമ്പർ 55 ആക്ടിവേറ്റ് ചെയ്തേക്കാം. ഈ ചെക്കൻ കാരണം എന്റെ പ്ലാൻ ഫ്ലോപ്പ് ആവുന്ന തോന്നുന്നത്. വേറെ വഴിയില്ല. ഇനി ഞാൻ തന്നെ അവനെ എന്തെങ്കിലും ചെയ്യണം. മാസ്റ്റർ പ്ലാനറ്റ് കൊള്ളയടിക്കും. എന്റെ ലോക്കർ മൊത്തം പണം കൊണ്ട് നിറയ്ക്കും. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 34. ഓക്കെ കീക്കോ, ഞാൻ ഇപ്പോൾ തന്നെ എന്റെ മാഗ്നറ്റൈസ് റേസ് വെച്ച് എല്ലാ ബൈക്കിനെയും മാഗ്നറ്റ് ആക്കി തമ്മിൽ ഒട്ടിപ്പിച്ചേക്കാം. ലോക്കറ്റിലുള്ള ചിപ്പ് നീ അടിച്ചു മാറ്റി ഒരുപാട് അഭ്യാസങ്ങൾ കാണിച്ചു. അവസാനം ഇന്ന് എന്തായിന്ന് കണ്ടു? എന്ന് വെച്ചാൽ സാർ ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. ദാ പിടിച്ചോ പ്രിസ്റ്റോ അങ്കിൾ. നിങ്ങൾ ചിപ്പ് ഉപയോഗിച്ച് മുഴുവൻ കാശും വീണ്ടും എർത്ത് ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്ക്. പിന്നെ ആ കാശ് ലോകത്തിന്റെ നന്മയ്ക്കായി യൂസ് ചെയ്യാം. ഒരു കാര്യം പറഞ്ഞേ മതിയാവും. കൺഗ്രാറ്റുലേഷൻ. കീക്കോയും സൂപ്പർ സ്പീഡോയും വീണ്ടും അവരുടെ ബുദ്ധിയും വീരധീര സാഹസവും ചെയ്ത് ഈ സൺ സിറ്റിയെ രക്ഷിച്ചിരിക്കുകയാണ്. കൊള്ളാം.